ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ പാരഡൈസ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പോഷനൊക്കെ ആയിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കുന്നതാണ്. ആദ്യം തന്നെ കുക്കറിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള നിലയിൽ നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കും. കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് പഞ്ചസാരയും ഉപ്പും അതുപോലെ കുറച്ച് ഓയിൽ, ഏത് ഓയിലാണെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് അത് നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ടാണ് ഈ പൊടിയിലേക്ക് ഇടുക. അത് കഴിഞ്ഞ് നമ്മൾ കുക്കർ അടച്ച് വെച്ച് 15 മിനിറ്റ് വെക്കാം കേട്ടോ, ഓഫ് ചെയ്തിട്ട്. അപ്പം നല്ല രീതിക്ക് മാവ് മയം വരും. അതുപോലെ നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് ശർക്കര പാവ് ഉണ്ടാക്കാം. ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാട്ടാം. ഇതിലേക്ക് നമ്മൾ ചുക്കും അതുപോലെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതിടുക. അതുപോലെ നാളികേരം ചിരകിയതും കൂടി ഇട്ട് നല്ലോണം യോജിപ്പിച്ച് ഇത്തിരി ഒരു ഡ്രൈ പരുവത്തിനാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടത്. ഒന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ്, അല്ലെങ്കിൽ അതങ്ങനെ വെള്ളം ഒലിച്ച പോലെ വരും. ഇത് സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ മാവ് ചൂടാറിയിട്ട് നമ്മൾ നല്ലോണം കുഴച്ച്, ചെറിയൊരു ചൂടാറിയിട്ട് നല്ലോണം കുഴച്ചൊന്ന് മയപ്പെടുത്തണം കേട്ടോ. മയപ്പെടുത്തിയതിന് ശേഷം കുഞ്ഞിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് കയ്യിലിട്ട് ഒരു കൊട്ടയുടെ ഷേപ്പിൽ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കുഴിഞ്ഞ് ചെയ്യാം. ഒന്ന് വെള്ളം തൊട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോഴാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് അത് അടച്ച് ഒരു ഉരുള പോലെ ആക്കിയെടുക്കും കേട്ടോ. നമ്മുടെ കൊഴുക്കട്ട സെറ്റായിട്ടുണ്ട്. ഇതേപോലെ പിള്ളേർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ സബോളയുടെ ഷേപ്പുള്ളത് ഇഷ്ടം. അപ്പോൾ അത് കാരണം അവർക്ക് വേണ്ടിയിട്ട് അതാണ് ഉണ്ടാക്കുക കൂടുതലും. അപ്പോൾ അതും സിമ്പിൾ തന്നെയാണ്. അപ്പോൾ ഒരു ചെറിയ ഉരുളയിലിട്ട് നമ്മൾ കൈ കൊണ്ട് തിരികെ കൊടുത്ത് അതിലേക്ക് ഇതേപോലെ തന്നെ മാവ് ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞാൽ അത് റെഡി ആയിട്ടാണ്. ഇച്ചിരി കൂടി എനിക്ക് ഈസി സബോള ഉണ്ടാക്കാൻ, അവർക്ക് അത് താല്പര്യം രക്ഷപ്പെട്ടു. ഇത്രയുള്ള കേട്ടോ പരിപാടി. അത് കഴിഞ്ഞാൽ നമ്മൾ ആവിയിൽ ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നമ്മൾ ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി ആയിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഇതാണ് സംഭവം. എല്ലാവർക്കും ഒരു കൊഴുക്കട്ട ശനി ആശംസകൾ. Thanks for watching.